അഖിൽ രവീന്ദ്രൻ, ജലീൽ പുനലൂർ LDF പ്രതിനിധി പറഞ്ഞത് ഒരു സംശുദ്ധമായ വ്യക്തി ജീവിതം LDF അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ നേരത്തെ കുറേ പേരുകൾ പറഞ്ഞിരുന്നു, അവർക്കെതിരെ കൃത്യമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ BJP ആയാലും കോൺഗ്രസ് ആയാലും അത്തരത്തിലുള്ള ഒരു നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ BJP ദേശീയ നേതൃത്വം ഈ ഒരു വിഷയത്തിലടക്കം സ്വീകരിച്ച നിലപാടുകൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. ഇവിടെ രാഹുൽ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ രാഹുലിനെ തള്ളേണ്ടതുമില്ല, കൊള്ളേണ്ടതുമില്ല എന്നുള്ള നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുമ്പോൾ അതേ നിലപാട് തന്നെ ആവർത്തിക്കുക തന്നെയാണ് CPM-ഉം ഇടതുപക്ഷവും ചെയ്യുന്നത്, അല്ലേ? എന്തായാലും LDF പ്രതിനിധി ജലീൽ പുനലൂർ അദ്ദേഹം പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ ചിരിയാ വരുന്നത്. അദ്ദേഹം കുറെ പേരുകളൊക്കെ പറഞ്ഞു. അദ്ദേഹം വിട്ടുപോയ ചില പേരുകളൊക്കെ ഉണ്ട്. ഇപ്പോ നിയമസഭയിലുണ്ട് മുകേഷ്, അതോടൊപ്പം തന്നെ കടകംപള്ളി, ശശീന്ദ്രൻ, എണ്ണിയാൽ ഒടുങ്ങാത്ത നേതാക്കന്മാര് വാഴുകയാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നുള്ളത് LDF പ്രതിനിധി ബോധപൂർവം മറന്നതാവാം. കാരണം നിങ്ങൾക്ക് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു A സർട്ടിഫിക്കറ്റ് ഉള്ള സീറ്റ് നിയമസഭയിൽ മുകേഷിനൊപ്പം കൊടുക്കണം. കാരണം മുകേഷിനെ സംരക്ഷിച്ചതും കടകംപള്ളിയെ സംരക്ഷിക്കുന്നതും ശശീന്ദ്രനെ സംരക്ഷിക്കുന്നതും DYFI നേതാക്കന്മാരെ സംരക്ഷിക്കുന്നതും SFI നേതാക്കന്മാരെ സംരക്ഷിക്കുന്നതും പോസ്കോ കേസ് അടക്കമുള്ള SFIയുടെ കുട്ടി സഖാക്കളെ സഹായിക്കുന്നതും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയും LDF നേതാക്കന്മാരും CPM-ന്റെ നേതാക്കന്മാരുമാണെന്ന ഉറച്ച വിശ്വാസം ജലീൽ പുനലൂർ എന്ന LDF പ്രതിനിധിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കുന്ന നിലപാട്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടൻ ചെയ്തത് വലിയ തെറ്റൊന്നുമല്ല, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു ജനപ്രതിനിധിക്ക് ഇങ്ങനെയൊക്കെ ആകാം എന്ന ധാരണയിലേക്ക് ജലീൽ പുനലൂർ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന്റെ രക്തത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായതുകൊണ്ട് ഇതിൽ മറിച്ചൊരു ചിന്തയോ മറിച്ചൊരു അഭിപ്രായമോ ഉണ്ടാകില്ല. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു ായിട്ടുള്ള ഒരു പ്രദേശമാണ്, സ്ഥലമാണ് നിയമസഭ. ശരിയാണ്, പരമോന്നതമായി എല്ലാവരും അംഗീകരിക്കുന്നതാണ്. നിയമസഭയെ കാത്തു സംരക്ഷിക്കേണ്ടതാണ്. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും പൊതുജനങ്ങളിൽ വരുന്ന വിഷയങ്ങളും ഒക്കെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. നിങ്ങൾ നടത്തിയ നിയമസഭ കയ്യേറ്റം അടക്കമുള്ളത് സ്പീക്കറിന്റെ ചെയർ എടുത്ത് വലിച്ചെറിഞ്ഞ് തലതല്ലി പൊട്ടിക്കാൻ ഓടി നടന്ന് ഡെസ്കിന്റെ മുകളിൽ ഉടുതുണി പോലും ഇല്ലാതെ കയറി നിന്നയാൾ ഇന്ന് എവിടെയാണ്? വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോ ആ നിയമസഭയെ സംബന്ധിച്ച് താങ്കളുടെ കാഴ്ചപ്പാടിലും ചെറിയ വിരുദ്ധമായ അഭിപ്രായങ്ങൾക്ക് കയറി വരുന്നതിലും എനിക്ക് ആശങ്കയൊന്നുമില്ല. അതിൽ ഞാൻ താങ്കളെ കുറ്റം പറയുന്നില്ല. താങ്കളുടെ നിലപാട് നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്താണെന്നുള്ളത്. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇവിടെ ചർച്ച ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പൊതുസമൂഹമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നിന്നും ആ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിയമസഭ ഇപ്പോ LDF പ്രതിനിധി പറഞ്ഞ പോലെയൊന്നുമില്ല, നിയമസഭ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ നീറുന്ന നിരവധി വിഷയങ്ങളുണ്ട്, പൊതുസമൂഹങ്ങൾ നേരിടുന്ന വിഷയങ്ങളുണ്ട്, ലോക്കപ്പ് മർദ്ദനങ്ങളുണ്ട്, ഇവിടുത്തെ പോലീസ് അധികാരികളുടെ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളുണ്ട്, പൊതുസമൂഹത്തിന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. ഈ 9 വർഷക്കാലമായി കേരളത്തിൽ നടന്നിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ പരിശോധിക്കണം. തൃശ്ശൂരുള്ള ഒരു DYFIയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ MK കണ്ണനെ കുറിച്ചും AC മൊയ്തീനെ കുറിച്ചും പറഞ്ഞിട്ടുള്ള അനധികൃത സ്വത്ത് സമ്പാദ്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്യണം. പക്ഷേ ഇത്തരത്തിൽ നീറുന്ന വിഷയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ആഭ്യന്തര കലാപം നടക്കുമ്പോൾ, കോൺഗ്രസ് പാർട്ടിയിലും ആഭ്യന്തര കലാപം നടക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ നിയമസഭാ സമ്മേളനം അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടി, നിയമസഭാ സമ്മേളനത്തിലെ വരേണ്ട ചർച്ചകളിൽ നിന്നും മാറ്റുവാൻ വേണ്ടി, പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് ഈ രണ്ടു കൂട്ടരും നടത്തുന്നത്. എനിക്ക് കോൺഗ്രസിന്റെ പ്രതിനിധിയോടും കോൺഗ്രസ് നേതാക്കന്മാരോടും ഒന്നും പറയാനായിട്ടുള്ളൂ, രാഹുൽ മാങ്കൂട്ടൻ ചെയ്തത് ചെറിയ തെറ്റല്ല. ഇന്ന് വയനാട് ഒരു കുടുംബം ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഒരു ഗൃഹനാഥൻ കോൺഗ്രസിന്റെ നേതാവ് ആത്മഹത്യ ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഗർഭചിത്രം നടത്തണമെന്ന് പറഞ്ഞ് അതിന് പ്രേരണപ്പെടുത്തിയിട്ടുള്ള MLA എന്തിനാണ് ആ പ്രവൃത്തി ചെയ്തിട്ടുള്ളത്? അപ്പൊ കോൺഗ്രസ് ഒരു കൊലയാളി കോൺഗ്രസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ചിന്തകളിൽ, അവരുടെ പ്രവൃത്തികളിൽ എല്ലാം തന്നെ സർട്ടിഫിക്കറ്റ് കയറുന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറുകയാണ്. അപ്പൊ കോൺഗ്രസിൽ നടക്കുന്ന ആഭ്യന്തര കലാപം VD സതീശനും ഷാഫി പറമ്പിലും ഗതിയില്ലാതെ നിൽക്കുകയാണ്.
ഗതിയില്ലാതെ നിൽക്കുകയാണ്. കോൺഗ്രസിന്റെ അകത്ത് മുതിർന്ന നേതാക്കന്മാര്, പഴയകാല നേതാക്കന്മാര്, അവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നേ. ആ കഷ്ടപ്പാടൊക്കെ മറന്നുകൊണ്ട് ആ ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും മുഖമായി മാറിയ വി.ഡി. സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം എന്ന അച്യുതണ്ടായിരുന്നു കോൺഗ്രസിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ വി.ഡി. സതീശന് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ ഒരു യോഗ്യതയും. കാരണം വി.ഡി. സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തിയതും ഈ നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളതും. വി.ഡി. സതീശന്റെ സഹായങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസിന്റെ ഒരു ഡിജിറ്റൽ മീഡിയയുടെ തലവൻ, മുൻ തലവനാണ്, എറണാകുളംകാരനായിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് രാഹുൽ മാങ്കൂട്ടം ഒന്ന് എഴുതാൻ തുടങ്ങിയാൽ പല ഉന്നത നേതാക്കന്മാരുടെയും തല ഉരുളും. ആരാണ് ഈ ഉന്നത നേതാക്കന്മാര്? ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തതും ഇന്ന് പൊതുസമൂഹത്തിന് അറിയാം. വി.ഡി. സതീശനും ഷാഫി പറമ്പിലും അടക്കമുള്ള ആളുകളാണ്. അവർ